എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമൽ സീരീസിൻ്റെ എപ്പിസോഡ് 54 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഫയർ പൈത്തൺ രൂപത്തിലേക്ക് മാറിയ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അതിനെ കണ്ട് ഷോക്കായി പോയി. കാരണം മുൻപ് ഉപയോഗിച്ച ഹെവൻലി ഫ്ലെയിം 3 കൂടി ഫയർ ആ പൈത്തൺ അത് അബ്സോർബ് ചെയ്ത് വളരെയധികം സ്ട്രെങ്ത് കൂട്ടി വയലൻ്റ് എനർജി അത് കിട്ടിയത് കാരണം മുൻപത്തേക്കാൾ സ്ട്രോങ് ആയി എന്ന് പറയാം. മാസ്റ്റർ അപ്പോൾ ഹാൻഫങ്ങിന് നേരെ നീ ബുദ്ധാലോട്ട്സ് ഉപയോഗിച്ച് ഒരുപാട് ഡാക്കി പോയി. ഈ സമയം നീ അതെടുക്കാൻ നിന്ന് നിന്റെ ബോഡി അത് എക്സ്പ്ലോസീവ് ആവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ഡാക്കി റിക്കവർ ചെയ്യാനായിട്ട് പറയുകയാണ്. അതുപോലെ ഈ ചാൻസ് അത് മിസ് ചെയ്യാനും പാടില്ല. എൽഡർ ക്യൂവാന് പോകാൻ പറഞ്ഞിട്ട് എൽഡേഴ്സ് എല്ലാവരുടെ പവർ അത് തരാനായിട്ട് പറയുന്നു. അത് കൊടുക്കുകയും ചെയ്യുന്നു. അത്രയും പേരുടെ പവേഴ്സ് ഒരുമിച്ച് കിട്ടിയിട്ട് അത് വെച്ച് എന്തോ ഒരു ഫോർമേഷൻ അത് സെറ്റ് ചെയ്യുകയാണ്. ഫയർ പൈത്തൺ ആണെങ്കിൽ അവിടെയുള്ള മുഴുവൻ എനർജി അത് വലിച്ചെടുക്കുന്നുണ്ട്. ആ ഫയർ അല്ലെങ്കിൽ ആ ഹെവൻലി ഫ്ലെയിമിൻ്റെ ആ ബാക്കി വന്നത് എൽഡർ ക്യൂവാനാണെങ്കിൽ ചുറ്റുമുള്ള പില്ലേഴ്സിലൊക്കെ പവേഴ്സ് കൊടുത്ത ഒരു ഫോർമേഷൻ അതൊരു വലിയ ഫോർമേഷനാക്കി മാറ്റുകയാണ്. ചുറ്റുമുള്ള എല്ലാവരും കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോർമേഷന് അത് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ എൽഡേഴ്സ് എല്ലാവരും പവർ കൊടുക്കുമ്പോൾ അത് താഴേക്ക് പോയിപ്പിച്ചു. അത് പല വശത്തേക്ക് ഒഴുകി പോകുന്നത് പോലെ പോകാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ആ ഫയർ പൈത്തൺ അത് മുഴുവൻ എനർജി എടുത്തു കഴിഞ്ഞു. അവരുണ്ടാക്കിയ ഫോർമേഷൻ അത് മാസീവ് ഷീൽഡായിരുന്നു. ഇതിനിടയ്ക്ക് എല്ലാ സ്റ്റുഡൻസിനോടും പോകാനായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ പോകാതെ നിൽക്കുന്നതാണ് അവർ സിയോയുടെ ആൾക്കാർ. സിയോയൻ ഇപ്പോഴും അവിടെ തന്നെയാണ്. ആ ഷീൽഡ് അത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ ഫയർ പൈത്തൺ സിയോയനെ പിടിക്കാനായിട്ട് വരുന്നു. മാസ്റ്റർ പെട്ടെന്ന് പോകാനായിട്ട് പറഞ്ഞു. എന്നാൽ പ്രശ്നം സിയോയൻ്റെ പിറകെ തന്നെയാണ് ഫയർ പൈത്തൺ. ആ മാസീവ് ഷീൽഡ് അത് കംപ്ലീറ്റ് ആയിട്ട് പോലും ഇല്ല. എന്തിന് പകുതി പോലും ആയിട്ടില്ല. ഇപ്പോൾ പുറത്തു പോയാൽ അതും കൂടി പിറകെ വരും. പിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ആ ജിയാനൽ അക്കാഡമി ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് അതിനുള്ളിൽ തന്നെ നിന്ന് കറങ്ങുന്നു. ആ സമയം അവർ ആ ഷീൽഡ് അത് പൂർണ്ണമാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ സിയോനോട് സൂക്ഷിക്കണം എന്നോട് പറയുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അത്രയും വന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും അവർ പിടിച്ചു നിന്നു. അത് ഒരുപാട് നേരം. അവസാനം താഴേക്ക് പോയിട്ട് നേരെ പൊങ്ങി വരുന്നു. അത് ഏകദേശം കംപ്ലീറ്റ് ആയി. എന്നാൽ പെട്ടെന്നാണ് ഫയർ പൈത്തൺ അടിയിൽ നിന്ന് ഫയർ വിടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോയി. അതിനേക്കാൾ അവന് പോകാൻ കഴിഞ്ഞില്ല. ഫയർ അവനിൽ വന്ന് കൊള്ളുകയും അവന് പോകാൻ പറ്റാത്ത താഴേക്ക് വീഴുവാണ്. അതെങ്ങോട്ടാ ഫയർ പൈത്തൻ്റെ വായിനുള്ളിലേക്ക്. എനിക്ക് ഹാൻഫങ്ങിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. മാസ്റ്റർ ആഗ്രഹിച്ച പോലെ നടന്നില്ല. എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നതും ഫയർ പൈത്തൺ ഷിയോയെ വായിലേക്ക്. ആ ടൈം തന്നെ ഷീൽഡ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. ടീംസൊക്കെ ആണെങ്കിൽ ഷിയോയൻ മരിച്ചു എന്ന് വിശ്വസിക്കാനാകാതെ സ്തംഭിച്ചുപോയി. എൽഡർ ക്യൂവാനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇനി ഒരിക്കലും നീ പുറത്തു വരരുത് വരരുത് എന്ന് പറഞ്ഞിട്ട് ആ ഷീൽഡ് പോലെ ഉള്ളത് അതെന്തൊരു പവർ പോലെ ആക്കിയിട്ടൊരു ബോൾ അത് നേരെ ഏറ്റവും അടിയിലേക്ക് വിട്ട് സെയിൽ ചെയ്യിപ്പിച്ചു. എല്ലാ എൽഡേഴ്സും വളരെയധികം പവർ കൊടുത്തുകൊണ്ട് തന്നെ വീക്കായി താഴേക്ക് വീഴുവാണ്. നല്ല ടാലൻ്റ് ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്ന സിയോയുടെ വിധി ഇങ്ങനെ. അവൻ ജിയാനൻ അക്കാഡമിയാണ് രക്ഷിച്ചത്. അവൻ്റെ പേര് എന്ന് നിലനിൽക്കും എന്ന് എൽഡർ ക്യൂവാൻ. അതുപോലെ ഇനി ആരും ടവറിലേക്ക് പോകാനും പാടില്ല, ഞാൻ ഉൾപ്പെടാ എന്നോട് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കട്ടായിട്ട് സിയോയൻ ഡെഡ് ആകില്ലല്ലോ. അവൻ താഴേക്ക് പോകുന്നത് പോലെ. അതിനുശേഷം കാണിക്കുന്നത് മെറ്റൽ ഫാമിലിയാണ്. അവിടെ ഫസ്റ്റ് ബ്രദറും സിയോയൻ്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹൈബോട്ടോങ്ങോ എന്ന് രക്ഷിച്ചല്ലോ. അതിനുശേഷം മെറ്റൽ ഫാമിലിയിലേക്കാണ് കൊണ്ടുവന്നത്. എന്നാൽ ഒരു കാല് പരിക്കേറ്റത് കൊണ്ട് തന്നെ വീൽ ചെയറിലാണ്. അവരെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി പറയുകയാണ്. പിന്നെ സിയോയന് വാക്ക് കൊടുത്ത് അവൻ പോയാലും ഷിയോ ഫാമിലിനെ സംരക്ഷിക്കുമെന്ന്. എന്നാൽ ഹൈബോട്ടോങ്ങും മെറ്റൽ ഫാമിലി ഷിയോ ഫാമിലിനെ കടപ്പെട്ടിരിക്കുന്നു എന്ന് യാഫയും പറയുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ബ്രദറിന്റെ അവസ്ഥ അത് കണ്ടിട്ട് ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷനിൽ വന്ന ആൽക്കമിസ്റ്റിനെയൊക്കെ വിളിക്കാം എന്ന് പറയുമ്പോൾ അത് തടഞ്ഞിട്ട് നന്ദിയുണ്ട്. എന്നാൽ ഈ കാര്യം ലീക്കായാൽ അത് ചിലപ്പോൾ വലിയൊരു അപകടമായിട്ട് മാറും. അതുകൊണ്ട് വേണ്ട എന്ന് പറയുകയാണ്. മനസ്സിൽ ഷിയോനെ കണ്ടോ എന്നതോർത്താണ് ടെൻഷൻ. ഈ സമയം ഷിയോയൻ അടിയിലേക്ക് പോയായിരുന്നല്ലോ. എന്നാൽ അവൻ ഇപ്പോൾ കണ്ണുറക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് അവനൊന്നും മനസ്സിലാകുന്നില്ല. മാസ്റ്റർ നീ പകുതി മാസമായിട്ട് ഇവിടെയാണ്. പല തവണ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് നിന്നെ അറ്റാക്ക് ചെയ്ത് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അതെടുക്കാനായിട്ട് നോക്കി. എന്നാൽ കഴിഞ്ഞില്ല. നിന്നെ ബോൺസിലെ ഫ്ലെയിം അത് വെച്ച് സംരക്ഷിക്കരുത്. എന്നാൽ അധിക സമയം എനിക്കിനി കഴിയില്ല. സംഭവം അവന് അരമാസമായിട്ട് ബോധമില്ലായിരുന്നെങ്കിലും മാസ്റ്ററാണ് ബോൺസിലെ ഫ്ലെയിം ഉപയോഗിച്ച് അവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ഡൗക്കി അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്ററിന് ഒരു ഐഡിയ ഇല്ല. കാരണം ഫാളൻ ഹാർട്ട് ഫ്ലെയിം അവിടെ എൻഡ്ലെസ് ആയിട്ടുള്ളതുകൊണ്ട് ഇനി ഒരു വഴിയും കാണുന്നില്ല. അപ്പോൾ എന്നെ മരിക്കുന്നു മാത്രം പറയരുത്. ഷിയോ ഫാമിലി അവൻ്റെ അച്ഛൻ അവൾക്ക് വാക്ക് കൊടുത്തത് മാസ്റ്ററിന് വാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് കുഴപ്പമില്ല, ഞാൻ നിന്നെ എൻ്റെ മാക്സിമം നോക്കാം. 3 ദിവസം കൂടി എൻ്റെ ബോൺസിലെ ഫ്ലെയിം അത് കാണും. അത് കഴിഞ്ഞ് ഞാൻ സ്ലീപ്പിലേക്ക് പോകും. എൻ്റെ സ്പിരിച്വൽ പവർ മാത്രം നിൻ്റെ കാണാം. നിനക്ക് പറ്റുന്നത് നീ ചെയ്യുന്നതും നീ ഉറപ്പായി എങ്ങനെ രക്ഷപ്പെടണം. അതുപോലെ ഗ്രൗണ്ട് സ്പിരിറ്റ് ബില്ല് അതുണ്ടാക്കി അത് നീ എപ്പോഴും യൂസ് ചെയ്യണം. അതുണ്ടാക്കി ഒരു പരിധിവരെ നിനക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അവനപ്പോൾ ആ ഗ്രീൻ ലോട്ടസ് ഇരുന്ന ആ ലോട്ടസ് പോലുള്ള അതിനുള്ളിൽ കയറി
കാണിക്കുന്നു. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി എന്ന് മാസ്റ്റർ അവനോട് ഡൗക്കി റിക്കവർ ചെയ്യാനായിട്ട് പറയുവാണ്. കാരണം ഹാൻഫങ്ങുമായിട്ടും ഫൈറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ഡൗക്കി യൂസ് ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പാൻഗേറ്റ് അല്ലെങ്കിൽ റോക്കറ്റ്. പാൻഗേറ്റ് എന്ന് തന്നെ പറയാം. അവിടെ ഷിയോയൻ ജിയനൻ അക്കാഡമിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കാര്യം ഇനി ഇങ്ങോട്ട് ഷിയോയൻ ഇല്ല എന്നതൊക്കെ ഹുജിയ യുഹാബയും കൂടെ പറയാണ്. യുഹാബല്ല ഉഹാബ് പേരൊക്കെ മാറിപ്പോന്നു. അവൻ ചെയ്ത ഓരോരോ കാര്യങ്ങൾ അതെടുത്ത് പറയുമ്പോൾ മെഡിസിന് വൈറ്റ് ഗ്രൂപ്പും അവിടെ ഉണ്ടായിരുന്നു. ഷിയോയനില്ലെങ്കിൽ പാൻഗേറ്റ് ഇല്ല, പിടിച്ചെടുക്കാൻ വലിയ പ്രശ്നമില്ല. മെഡിസിൻ ഇനി അവർക്ക് തന്നെ സപ്ലൈ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുകയാണ്. ഇവിടെ ശിവയൻ ലീഡറായിട്ടിരുന്നത് പോലെ തന്നെ അയാൾക്കും മുന്നോട്ട് പോവുക. അവൻ ആഗ്രഹിച്ചത് അത് നടത്തിയെടുത്തും പാൻഗേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറയുന്നു. മറ്റവരടുത്തേക്ക് വരുമ്പോഴാണ് ഒരു പവർ നോക്കുമ്പോൾ സിയൻ അവിടെ വന്നിട്ട് ഇനി ഷിയോയൻ ഇല്ലെന്ന് കരുതി ആരെങ്കിലും എതിർക്കാൻ വരികയാണെങ്കിൽ സ്ട്രോങ് റാങ്കിൽ ഒന്നാമതായി ഞാൻ സിയാനായിരിക്കും മീറ്റ് ചെയ്യുക, ഷിയോയന് പകരമായിട്ട് ഞാൻ ഉണ്ടാകും എന്നുകൂടി പറയുമ്പോൾ അത് കേട്ടവിടെ അവർ ഓടിക്കളഞ്ഞു. എൽഡർ ക്യൂൻ ഒരുപാട് ട്രൈ ചെയ്ത് ഷിയോയൻ ജീവനോട് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് പകുതി മാസമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. മറ്റെൽഡേഴ്സ് എന്തോ പറയാൻ വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ സീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വിട്ട് ഈ സമയത്ത് ഷിയോയനെ ട്രെയിനിങ് ചെയ്യുമ്പോഴാണ് മാസ്റ്ററാണ് എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി നീ തന്നെ സർവൈവ് ചെയ്യണം. അവനെ നന്ദി പറയുമ്പോൾ വിടടാ എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഫാഡൻ ഹട്ട് ഫ്ലെയിം അത് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കണം. എന്ന അവസാന നിമിഷം പോലും മാസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ രക്ഷപ്പെടാൻ നോക്കണം, ഞാൻ കണ്ണുറക്കുമ്പോൾ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് പറയുവാണ്. അങ്ങനെ അതിൻ്റെ ഒടുവിൽ മാസ്റ്റർ സ്ലീപ്പിലേക്ക് പോയി ഫാഡൻ ഹട്ട് ഫ്ലെയിം അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ഇനി വോൾ ചില്ലിംഗ് ഫ്ലെയിം പോയ സമയത്ത് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അത് ഉപയോഗിച്ച് ചെയ്യുകയാണ്. അത് ഉപയോഗിച്ചപ്പോഴാണ് അവൻ മനസ്സിലായത് മാസ്റ്റർ എത്രമാത്രം അവനിൽ എഫേർട്ട് എടുത്തെന്ന്. കാരണം അവൻ്റെ വോൾ ചില്ലിംഗ് ഫ്ലെയിമിൽ പോലും അല്ല, ഫാളൻ ഹട്ട് ഫ്ലെയിം അറ്റാക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിൽ പോലും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ബോഡി വഴി ആ ഡ്രസ്സൊക്കെ കത്തി പോകാനായിട്ട് തുടങ്ങി. ഒരു പരിധിവരെ കൺട്രോൾ ചെയ്തിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞ് ഈ ഷിയോയൻ്റെ ഉള്ള ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അതിനേക്കാൾ മുകളിലാണ് ഹാൻഫിക്കിൻ്റെ സീ ഹർട്ട് ഫ്ലെയിം, അതിനേക്കാൾ മുകളിലാണ് ഫാളൻ ഹർട്ട് ഫ്ലെയിം. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പാൻഗേറ്റിൽ ട്രെയിനിങ് അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. ഷിയോയനെ അവർ ഒരുപാട് മിസ്സും ചെയ്യുന്നുണ്ട്. ഷിയോയൻ അവിടെ കൾട്ടിവേഷൻ ചെയ്യുമ്പോഴാണ് ലിറ്റിൽ ഗേൾ പുറത്തു വരുന്നത്. ലിറ്റിൽ ഗേളിന് ഒന്നും പറ്റാത്തത് എന്താണെന്ന് മനസ്സിലായില്ല. ഷിയോയൻ ലിറ്റിൽ ഗേളിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ക്യൂൻ മെഡുസ അത് പുറത്തു വരുന്നത്. ക്യൂൻ മെഡുസ വന്നപ്പോൾ തന്നെ ചോദിക്കണം ഇത് എവിടെയാണ് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അവളുടെ ആ ഡ്രസ്സ് അത് കത്തി പോകാനായിട്ട് തുടങ്ങി. അവൻ നോക്കുന്നുണ്ട് നിന്റെ കണ്ണ് പോകണോ, അപ്പോൾ തന്നെ മാറ്റി ക്യൂൻ മെഡുസ ഫയർ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഡ്രസ്സ് അതെടുത്തിട്ട് ഇപ്പോഴാണ് പറയുന്നത് അവരുള്ളത് ഫാളൻ ഹർട്ട് ഫ്ലെയിമിന്റെ ബെർത്ത് പ്ലേസിലാണ്. അവരതിനുള്ളിൽ ട്രാപ്പായി പുറത്തു പോകാനുള്ള വഴിയില്ല. അത് കേട്ട് ദേഷ്യം വരുമ്പോൾ എന്നെ ഒന്നേക്ക് എന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. മാസ്റ്ററിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാസ്റ്റർ സ്ലീപ്പിലേക്ക് പോയി ആകെ കൂടെ കലിപ്പായിട്ട് ആ ബാരിയർ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അത് നടക്കില്ല, ഇതിനുള്ളിൽ ഫാളൻ ഹർട്ട് ഫ്ലെയിം അത് എൻഡ്ലെസ് ആയിട്ടുള്ളതാണ്. എന്നാൽ ക്യൂൻ മെഡുസ ഞാൻ ക്യൂൻ മെഡുസയാണ്, എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് അത് പിന്നെ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഹാർട്ട് ഫ്ലെയിം അത് പ്രോസസ്സായി വേണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഈ സമയത്ത് ഫാളൻ ഹർട്ട് ഫ്ലെയിം അത് ട്രിഗർ ആക്കിയതുപോലെ അപ്പോൾ തന്നെ ക്യൂൻ മെഡുസയുടെ ബോധവും പോയി. ഷിയോയനാണ് പണി കിട്ടിയത്, സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ക്യൂൻ മെഡുസയുടെ ബോഡി അത് ലിറ്റിൽ ഗേളായ 7 കളേർഡ് സാലാവി പൈത്തൺ അതുമായിട്ട് ജോയിൻ ആകാൻ തുടങ്ങുന്നു. കാരണം ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം വെച്ചാകാനാണ് നോക്കിയത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ലെവൽ കൂടിയ മറ്റൊരു ഹെവലിയ ഫ്ലെയിം ഉള്ളത് കൊണ്ട് തന്നെ അത് അതിനുള്ളിൽ ആ ബെർത്ത് പ്ലേസിനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു. എന്നാൽ ഷിയോയൻ അങ്ങനെയല്ല, ക്യൂൻ മെഡുസ കാണിച്ചത് കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ബോർഡ് വരെ കത്തിപ്പോകാനായിട്ടുള്ള അവസ്ഥയെത്തി. 2-3 അവിടെ ഗ്രൗണ്ട് സ്പിരിറ്റ് പില്ല് അതൊക്കെ കഴിയുന്നുണ്ട്. എന്നാൽ അത് കൂടുതൽ കഴിക്കാനും പാടില്ല. റേഡിയൻസ് ഡാമേജ് ചെയ്യും, അതുപോലെ ഡൗക്കി ഡാമേജ് ചെയ്യും. അവസാനം എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, മാസ്റ്റർ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ബോധം കിട്ടുവിടുന്നു. ആ ടൈമിലാണ് മാസ്റ്ററിൻ്റെ സ്പിരിച്വൽ പവർ അത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നാണ് അവൻ്റെ റിങ്ങിനുള്ളിലുള്ള എല്ലാം പുറത്ത് വീഴുന്നു. ആ സ്റ്റോറേജ് റിങ് അതിൽ നിന്ന് അവന് വേണ്ടത് എന്തൊക്കെയോ നോക്കിയെടുത്താൽ മിക്സാക്കി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വന്ന പവേഴ്സ് അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയെടുത്തത് അത് അവൻ്റെ ബോഡിയിലേക്ക് പോകാൻ തുടങ്ങി. അവൻ്റെ നെറിഡിയൻസ് അതും ഡൗക്കിയൊക്കെ പഴയതുപോലെ ആകാൻ തുടങ്ങി. എനിക്കൊരു സംശയമുണ്ട്, മാസ്റ്ററിൻ്റെ സ്പിരിച്വൽ പവർ ആണോ അതോ വേറെ എന്തെങ്കിലും ആണ്. കാരണം മാസ്റ്റർ പറഞ്ഞിരുന്ന സ്പിരിച്വൽ പവർ അവൻ്റെ കൂടെ കാണുമെന്ന്. എന്നിരുന്നാലും അവനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.